കോഴിക്കോടിന്റെ സാംസ്കാരികതയുടെ അടയാളപ്പെടുത്തലുകൾക്ക് നിറക്കൂട്ടൊരുക്കിയ ചിത്രപ്രദർശനമായ റെമിനൻസ് ആർട്ട് ഗാലറിയിൽ ഒരുക്കി. സാംസ്കാരിക പ്രവർത്തകനും അർബൻ പ്ലാനറുമായ വിനീഷ് വിദ്യാരഥൻ തയ്യാറാക്കിയ 20ഓളം ചിത്രങ്ങൾ കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നു. മിഷ്കാൽ പള്ളി, CSI ചർച്ച്, തളി ക്ഷേത്രം, മാനാഞ്ചിറ സ്ക്വയർ, ലൈറ്റ് ഹൌസ് തുടങ്ങിയ നഗരത്തിലെ കെട്ടിടങ്ങൾക്കിടയിൽ കാണുന്ന പ്രകൃതി ചിത്രങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ 2 വർഷത്തിനിടെ അർബൻ പ്ലാനർ വിനീഷ് വിദ്യാരഥൻ ഇടവേളകളിൽ വരച്ച വാട്ടർ കളർ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. സുരക്ഷിത നഗരം എന്ന പദവി ലഭിച്ച കോഴിക്കോടിന് അതിന്റെ പവിത്രത ചിത്രങ്ങളിലൂടെ പ്രകടമാക്കിയതാണെന്ന് വിനീഷ് വിദ്യാരഥൻ പറയുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ചില ചിന്തകൾ, ഇപ്പം ഞാൻ മിഷ്കാൽ പള്ളിയും തളിക്ഷേത്രവും CSI ചർച്ചും ഒരുപോലെ വരയ്ക്കുമ്പോൾ കോഴിക്കോടിൻ്റെ മറ്റ് ലാൻഡ്മാർക്കായിട്ടുള്ള മാനാഞ്ചിറ സ്ക്വയറും അതുപോലെ ലൈറ്റ് ഹൗസൊക്കെ കാണിച്ച് കോഴിക്കോടിൻ്റെ ഒരു മതസൗഹാർദ്ദ പ്രത്യേകതകൾ. ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് നഗരം ഇന്ത്യയിൽ തന്നെ നല്ല ശാന്തമായി താമസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട, സുരക്ഷിതവും സമാധാനപരവും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് കോഴിക്കോട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എൻ്റെ ചിത്രങ്ങളിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. VT മുരളി അധ്യക്ഷനായ ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, മുൻ MLA A പ്രദീപ് കുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. വരച്ച ചിത്രങ്ങളിൽ 3 ഏറ്റെടുത്ത് സണ്ണാഫ് പാലക്കട്ടി, TPM ഹാഷിർ അലി, അഡ്വക്കേറ്റ് KP അശോക് കുമാർ എന്നിവർ ചാരിറ്റിക്ക് തുടക്കമിട്ടു. പ്രദർശനത്തിന്റെ ഭാഗമായി വൈകിട്ട് VT മുരളിയുടെ സംഗീത സന്ധ്യയും അരങ്ങേറി. 16-ന് പിന്നണി ഗായകൻ സുനിൽകുമാറിന്റെ സംഗീത വിരുന്നും സമാപന ദിവസം വിനീഷ് വിദ്യാരഥൻ, ശ്രീലക്ഷ്മി വിനീഷ് ഒരുക്കുന്ന സംഗീത പരിപാടികളും അരങ്ങേറും. വിൽക്കപ്പെടുന്ന ചിത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന തുക പന്തിരങ്കാവ് ഭിന്നശേഷി വിദ്യാലയമായ പ്രശാന്തി സ്കൂളിന് കൈമാറാനാണ് തീരുമാനം. ACV ന്യൂസ്, കോഴിക്കോട്.